സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുള്ള വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള ജനങ്ങളുടെ വലിയൊരു ആശ്വാസമാണ് കിസാൻ സമ്മാൻ നിധി മൂലം പ്രതിവർഷം ലഭിക്കുന്ന 6000 രൂപ. 16 ഗഡുകളായിട്ട് ഏകദേശം 32,000 രൂപ കേന്ദ്ര സർക്കാർ യാതൊരു തരത്തിലുള്ള കുടിശ്ശികയുമില്ലാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് തുക ലഭിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അടുത്ത തുക എപ്പോഴാണ് ലഭിക്കണം എന്നുള്ളെങ്കിലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം, നമ്മുടെ സംസ്ഥാനത്തും തന്നെ വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇതിൽ അനർഹരായിട്ടുള്ള ആളുകൾ മുൻപ് കയറിപ്പറ്റിയതിന്റെ സാഹചര്യത്തിൽ വളരെയധികം ആളുകൾക്ക് നോട്ടീസ് അയക്കുകയും തുക തിരിച്ചു പിടിക്കാനുള്ള നടപടിയൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, അതായത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന കൃഷി വകുപ്പുകളും ഒക്കെ ചേർന്നൊക്കെ നടപടിയൊക്കെ പൂർത്തീകരിക്കുകയുണ്ടായി. വളരെ വലിയ രീതിയിൽ തന്നെ ഇത് റിക്കവറിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിൽ KYC ചെയ്യുക എന്നുള്ളതാണ്. KYC ചെയ്യാത്തവർക്ക് ഈ ഒരു ആനുകൂല്യം ഇനി ലഭിക്കില്ല, അത് മുടങ്ങി പോകുന്ന സാഹചര്യം തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്, അതുമായി ബന്ധപ്പെട്ട് ലാൻഡ് സീഡിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആനുകൂല്യം മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിനൊക്കെയുള്ള സമയം മുൻപ് തന്നെ നൽകിയിരുന്നതുമാണ്. മാത്രമല്ല, നമ്മൾ ഈ തുക വരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാർ സീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ സാഹചര്യം, ഇതെല്ലാം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാത്ത ആളുകൾക്ക് തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തുക വളരെയധികം ആളുകൾക്ക് മുടങ്ങുന്നുണ്ട്. 12ാമത്തെ ഗഡു തൊട്ടൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏകദേശം 17 ഗഡു എന്നൊക്കെ പറയുമ്പോൾ 6ഓളം ഗഡു തുക 12,000 രൂപ വരെയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ നിലവിലെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 12,000 രൂപയും ലഭിക്കാൻ പോകുകയാണ്. അതായത് അടുത്ത തുക വിതരണം ചെയ്യുന്ന സമയത്ത് ഈ മുടങ്ങിക്കിടക്കുന്ന തുക പൂർണ്ണ അളവിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വളരെ പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, 17ാമത്തെ ഗഡു തുക ഈ ഏപ്രിൽ മാസം ഈ വിതരണം ഉണ്ടാകില്ല. മെയ് മാസം ആദ്യത്തോടു കൂടി, അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ മുമ്പാകെ വിതരണം ചെയ്യാനുള്ള സാധ്യത ആരായുന്നുണ്ട്. അതായത് 26ാം തീയതിക്ക് മുമ്പാകെ തന്നെ തുക വിതരണം ചെയ്യാനുള്ള നടപടികളും ഒക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മെയ് മാസം സ്റ്റാർട്ടോട് തന്നെയൊക്കെ തുക എത്താൻ സാധ്യത എന്ന് നമ്മൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുതന്നെയായാലും ഇതിന്റെ നടപടിയൊക്കെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റിലെ ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മൊബൈൽ ഫോൺ വഴി ഇത് നോക്കാൻ അറിയത്തില്ലാത്ത ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ സെന്ററുകൾ, കോമൺ സർവീസ് സെന്ററുകളൊക്കെ ഒന്ന് ചെല്ലുക. അവിടെ ചെന്നതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ് തുക കൂടുതലായിട്ട് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ക്ഷേമ പെൻഷന്റെ വീഡിയോ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. പെൻഷൻ തുക നാളെ മുതൽ തന്നെ വിതരണം ചെയ്യുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക.